ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ചാനൽ നിങ്ങൾ പലരും അല്ല, ഒട്ടുമിക്ക എല്ലാവരും കാണുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളായിട്ടൊരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, റൈഡ് കണ്ടൻസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊക്കെ സാഹചര്യം അതിനെ പറ്റിയൊരു സമയം ഒത്തു വന്ന് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഇതിപ്പം ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരെ വെള്ളിനാട് പോയിട്ട്, അവിടെ ഇപ്പോൾ ഒരു മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക റോഡ്സ് എല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നൊരു സമയമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ വെള്ളിനാട് എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗം റോഡുകളും വീടുകളും എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നൊരു പ്രതിഭാസമാണ് ഈ ഒരു സ്ഥലത്ത് കൂടുതൽ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എല്ലാവർക്കും അത് കാണാനായിട്ട് നല്ല രസമായിരിക്കും. പക്ഷേ അവിടെ ജീവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ പോകുന്ന വഴി നമ്മളൊരു ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് വീണ്ടും നമ്മുടെ നെടുമുടി പാലം കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റ് ആണ് വെള്ളിനാടോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കൊരു മൈക്കില്ലാത്തത് കൊണ്ട് ആണ് നമ്മളത് സെപ്പറേറ്റ് ആയിട്ടാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കുഴപ്പങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഒരുപാട് തവണ ഈ സ്ഥലത്തോട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമാണ് ഒരു ഗോപ്രോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു കാര്യങ്ങളൊന്നും കയ്യിലില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുള്ളത് സൈക്കിൾസിലൊക്കെ കേട്ടോ. നമ്മുടെ അവിടെ ഒരു സൺഡേ സൈക്ലിംഗ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ കൂടെ എല്ലാ സൺഡേസിലും മോർണിംഗ് നമ്മുടെ മെയിൻ ലൊക്കേഷനൊക്കെ ഇതൊക്കെ തന്നെ ഈ കുട്ടനാട് ഭാഗത്തോട്ടൊക്കെ ആയിട്ട് മിക്കപ്പോഴും സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടം തൊട്ട് നമ്മുടെ വെള്ളിനാട് കാഴ്ചകൾ തുടങ്ങുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കണ്ടില്ലേ, ഫുള്ള് വെള്ളം, റോഡ് ഫുള്ള് വെള്ളത്തിൽ മുങ്ങി കിടക്കുവാണ്. അപ്പം ഇങ്ങോട്ട് വരുന്നവർ ഭയങ്കര കെയർഫുള്ളായിരിക്കണം. കാരണം ഈ വെള്ളത്തിൽ കുഴിയുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റോഡിൽ കുഴിയുണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള പരിപാടി, ഫ്രണ്ട് ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് പോയ ശേഷം നോക്കുക, ആ വണ്ടിയിൽ ഏതെങ്കിലും കുഴിയിൽ വീഴുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിയായിട്ടോ. നിങ്ങളിപ്പോൾ നോക്കിയാൽ ആ സ്കൈ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത വെള്ളത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ ഭംഗി എന്ന് ഞാൻ പറയുന്നത് നമുക്ക് ഈ പുറമേ നിന്ന് എന്ന് കാണുന്നവർക്ക് ഭയങ്കര ഭംഗിയായിട്ടൊക്കെ തോന്നാം. പക്ഷേ അവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. കാരണം ഈ വെള്ളം ഒരു മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ മഴക്കാലം തീരുന്ന വരെയും വെള്ളം തന്നെയാണ് ആ റോഡിലും അവരുടെ വീടുകളിലും ഒക്കെ. അപ്പോൾ ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന ചെള്ളയും പിന്നെ പാമ്പുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പേടിക്കേണ്ടതായിട്ടുണ്ട്. കുറേ ബുദ്ധിമുട്ടുകൾ ഇവർ സഹിച്ചിട്ടാണ് ഈ ഒരു പ്രദേശത്തുള്ളവർ ജീവിക്കുന്നത്. ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് പലർക്കും റീൽസിലും കാര്യങ്ങളിലൊക്കെ കണ്ട് പരിചയമുള്ളതായിരിക്കും. ഒരു KSRTC ഇങ്ങനെ വെള്ളത്തിൽ ചുറ്റും വെള്ളമുള്ള സ്ഥലത്തോട്ട് ഒരു KSRTC ഓടി വരുന്ന വീഡിയോ പലയിടത്തും വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക, എന്തൊരു ഭംഗിയാണ് ഈ ഒരു സ്ഥലത്തിൽ നിന്ന്. ചുറ്റുപാടും രണ്ട് സൈഡിലും വെള്ളവും അതിന് നടുക്കൂടെ ഒരു റോഡും ആ ക്ലിയർ സ്കൈ കാര്യങ്ങളെല്ലാം കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ലൈസൻസൊക്കെ കിട്ടുന്നതിന് മുമ്പ്, അതായത് എനിക്കൊരു 18 വയസ്സാകുന്നതിന് മുമ്പ് നമ്മൾ സൈക്കിൾസിലായിരിക്കും നമ്മൾ കൂടുതലും. അതുതന്നെ ഞാനും നല്ല ഒട്ടുമിക്ക ബോയ്സ് എല്ലാം ഇപ്പോൾ ഈ ബൈക്സിൽ റൈഡ് അടിച്ച് നടക്കുന്ന പയ്യന്മാരെല്ലാം ആ ഒരു സമയത്ത് അവന്മാർ പറ്റുന്ന പോലെ അവന്മാർ സൈക്കിളിൽ മാക്സിമം കണ്ടിട്ടുണ്ടാകും. കാരണം അതേപോലെ തന്നെ ഞാനും എൻ്റെ ഒരു സൈക്കിളും എൻ്റെ വേറെ 1-2 കൂട്ടുകാരും, അപ്പോൾ ഞങ്ങൾ ഏർലി മോർണിംഗ് ഇറങ്ങിയിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു കുട്ടനാട് സൈഡിലോട്ട് ഒക്കെ ഇങ്ങനെ ആയിട്ട് സൈക്ലിങ് നല്ല രസമായിരുന്നു. സത്യം പറഞ്ഞ് ഞാനിപ്പോൾ ഒരു ടൈമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ ഒരു പ്രത്യേക ഫീൽ, അതൊന്നും ഇനി ഒരിക്കലും തിരിച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു കാലഘട്ടമൊക്കെ. അപ്പോൾ ആ ഒരു മെമ്മറീസാണ് എനിക്ക് ഈ ഒരു കുട്ടനാട് ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും എൻ്റെ മനസ്സിലുള്ളത്. വീണ്ടും ഒരു വാട്ടർ ക്രോസിങ്, ഇത് ഭയങ്കര വെള്ളമാട്ടോ, നമ്മൾ കാണുന്ന പോലെയല്ല. ഏകദേശം ബൈക്കിൻ്റെ വീലിൻ്റെ പകുതിയോളം വെള്ളമുണ്ട്. നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നതോളം ആഴം കൂടി വരും. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് പേടി വരും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് പോകുന്നത് വെയിറ്റ് ചെയ്യേണ്ട, ആ റൂട്ട് നമ്മൾ നോക്കിയ ശേഷം എടുക്കുക. ഇനി ഫ്രണ്ടിൽ വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് തീരെ പതിയെ ആനും പാടില്ല. ഒരു മൊമെൻറ്റും കീപ്പ് ചെയ്ത് അങ്ങ് എടുത്തുന്നാൽ കുഴപ്പമില്ല.
പണ്ടത്തെ കാലഘട്ടത്തിന് ശേഷം ഞാൻ ഒത്തിരി തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കൊന്ന് ഒരു സൈക്കിളും എടുത്തിട്ട് ഈ റൂട്ടിൽ കൂടെയൊക്കെ വരണം എന്നൊക്കെ. പക്ഷേ ഒറ്റയ്ക്ക് സൈക്കിൾ ചവിട്ടി ഇത്രയും ദൂരമൊക്കെ വരുന്നത് കുഴപ്പമില്ല, അത് പോകുന്ന അതിലും ദൂരമൊക്കെ പോകുന്ന ഓൾ ഇന്ത്യയൊക്കെ സൈക്കിളിൽ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ബൈക്കിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, സൈക്കിളിലൊക്കെ അത്രയും ദൂരം വരുന്നത് എനിക്ക് വലിയ സുഖകരമായിട്ട് തോന്നുന്നത്. സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു കമ്പനി ഇല്ലാതെ വരുന്നത് എനിക്ക് അത്ര രസമുള്ളതായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരുപാട് നാളായി ഞാൻ ഈ ഒരു എൻ്റെ വീട് ആലപ്പുഴയിലാണ്, തൊട്ട് പറ്റ കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒത്തിരി നാളായി. കുറേ നാളായിട്ട് മനസ്സിലൊക്കെ കിടക്കുന്ന ഒരു ആഗ്രഹമാണ് ഈ ഏരിയയിലോട്ടൊക്കെ ഒന്നും കൂടെ വരണം. ഈ കുട്ടനാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലോട്ടുള്ള ചെറിയ ചെറിയ റോഡുകളുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ വിചാരിക്കാത്തത്ര ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റും. കുറേ നല്ല ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചിട്ടുള്ളവർക്കറിയാം ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അവരുടെ സംസാര രീതി തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തോട്ട് ഇവിടെ ആലപ്പുഴ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വന്നു പോകാൻ പറ്റുന്ന, ഒന്ന് മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റുന്ന ഈ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഇടവഴികളിലും ഈ കുറച്ച് ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. ചായയും അങ്ങനെ പലഹാരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന കുറേ ചെറിയ കച്ചവടക്കാരുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് ഇവർക്കും ഒരു കച്ചവടം കിട്ടാനും അവരുടെ ഒരു ഉപജീവിത മാർഗം കൂടെയാണ് ടൂറിസ്റ്റുകളൊക്കെ ഈ ഒരു ഏരിയയിലോട്ട് കുറച്ച് ഇവിടെ വരുന്നത്. ഈ ഒരു സ്ഥലത്ത് നിന്നൊക്കെ നോക്കാൻ നേരത്ത് ഭയങ്കര ബ്യൂട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടോട്ട് വരുമ്പോൾ വീണ്ടും പിന്നെ ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഒരുപാട് ദൂരം വെള്ളം തന്നെയാണ്. നമ്മളൊരു 1-2 കിലോമീറ്ററോളം വെള്ളത്തിൽ കൂടെ തന്നെയാണ് ബൈക്ക് ഓടിച്ച് വന്നത്. വീണ്ടും ഞാൻ പറയുന്നു, വരുന്ന ആൾക്കാർ ഭയങ്കര കെയർഫുള്ളായിട്ട് തന്നെ വരിക. കാരണം വെള്ളമാണ്, വീണെന്നാൽ നമ്മൾ വെള്ളത്തിലേ വീഴത്തുള്ളൂ. നമ്മൾ ഇത്ര നേരം വന്ന പോലെയല്ല, ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഇനി അങ്ങോട്ട് കുറച്ച് അധികം വെള്ളമാണ്. ബൈക്കിൻ്റെ പകുതിയോളം വെള്ളത്തിൽ മുങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇതെങ്ങോട്ടായി പോക്കുന്നുള്ളൊരു ചിന്തയായി. കാരണം ഇത് തീരുന്നുമില്ല. വണ്ടിയാണെങ്കിൽ ഇടയ്ക്ക് പമ്പുന്ന പോലൊരു ഫീലൊക്കെ വന്നപ്പോൾ എനിക്ക് നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ല. ഇതെവിടെ നമ്മൾ കാല് കുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടോളം വെള്ളമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വണ്ടി സ്ലോ ആവാനും പാടില്ല. ആ ഒരു കറക്റ്റ് ഒരു സ്പീഡ് കീപ്പ് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കാല് കുത്തേണ്ടതായിട്ട് വരും. ചിലപ്പം നമുക്ക് കാല് കുത്തിയാലും ചിലപ്പോൾ നമ്മൾ ഒരു കുഴിയിലോട്ട് അങ്ങനെ എടുത്ത് കാല് വെക്കുന്നുണ്ടെങ്കിൽ വണ്ടി കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു പയ്യനെ അവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടി കേട്ടോ. അവൻ ഈ വെള്ളത്തിൽ കൂടെ നടന്ന് ഇതിനപ്പുറത്ത് അവൻ്റെ കൂട്ടുകാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവൻ പറഞ്ഞത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവൻ ഇപ്പോൾ ഇവിടുന്ന് അവൻ്റെ കൂട്ടുകാരനടുക്കി വരെ പോകണമെങ്കിൽ ഈ കണ്ട വെള്ളം ഫുള്ള് അവൻ നടന്ന് തന്നെ നീങ്ങി അപ്പുറം വരെ വരണം. സൈക്കിളൊന്നും നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ ചവിട്ടാനേ പറ്റില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒന്നല്ല, അവർക്കിപ്പോൾ അത് ശീലമായി കാണും. കാരണം അവർ ജനിച്ച കാലം തൊട്ട് കാണുന്ന ഇത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നടക്കുക എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റോഡിൽ ഈ വെള്ളം കയറി കിടക്കുന്ന റോഡിലാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് സൈഡുകളിലായിട്ട് ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. ചെറിയ ചെറിയ പെട്ടിക്കടകൾ, മുട്ടകൾ, ചായ, മുട്ട, നാരങ്ങ വെള്ളം, അങ്ങനെ കുറേ ഐറ്റംസായിട്ട് വിൽക്കുന്ന കുറച്ച് വീട്ടമ്മമാരും അതുപോലെ തന്നെ കുറേ കച്ചവടക്കാരെ ഞാൻ കണ്ടു. അപ്പോൾ ഇവർ ഈ വെള്ളത്തിലാണ് കട ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിട്ട് പോലും അവർ ഈ കടയും തുറന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമാർഗ്ഗം അത് ചിലപ്പോൾ അത് മാത്രമായിരിക്കാം മേ ബി. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ഇതുപോലെ ടൂറിസ്റ്റുകൾ കുറച്ച് കൂടുതൽ കാരണം അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വന്ന് അവരുടെ അടുത്ത് എന്തെങ്കിലും സാധനം വാങ്ങിച്ചൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അവരുടെ ആ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് ആ ഒരു സന്തോഷം കാര്യങ്ങളും കിട്ടും. കാരണം അവർ നമ്മളെപ്പോലത്തെ ടൂറിസ്റ്റുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് 4 മണിക്കാറ്റ് എന്നാട്ടോ. അത് 4 മണിക്കാറ്റ് കോട്ടയത്ത് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടനാട് ഭാഗത്ത് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവൻ ഇവിടം വരെ ഉള്ളൂ. ഇവനെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് നമ്മൾ അവൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് അവനോട് ബൈ പറഞ്ഞ് നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഞാനൊരു ചേച്ചിയെടുക്ക് ജസ്റ്റ് ചായ ഉണ്ടെന്ന് ചോദിച്ചത്. അപ്പോൾ അവിടെ ചായ തീർന്നിരിക്കുമെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വെള്ളിനാടിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി റൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ചങ്ങനാശ്ശേരി AC റോഡ് ഹൈവേ കയറാനായിട്ട്. അവിടുന്ന് നമുക്ക് വീണ്ടും തിരിച്ച് ആലപ്പുഴയിലോട്ട് പോകാം. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ചെറിയൊരു വീഡിയോ ആയിപ്പോയി. അപ്പോൾ എന്നിരുന്നാലും ഈ സ്ഥലമൊക്കെ വന്ന് കാണാൻ അവസരം കിട്ടുന്നവർ വന്ന് കാണുക എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ മലയും കുന്നും അതൊക്കെ മാത്രമല്ല ബ്യൂട്ടി, നമ്മുടെ ഇതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളും ഒക്കെ കാണുക.
ആലപ്പുഴ ചേർത്തല ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അതല്ലാത്തവർക്കും വരാം. എന്നിരുന്നാലും ഇവർക്കൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ ആണെങ്കിൽ ഒരു തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇടക്കിടക്കൊക്കെ വന്ന് കാണാനും നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകാനും പറ്റിയൊരു സ്പോട്ടാണ്. കുറച്ച് കമ്പനിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം അത്രയൊക്കെ തന്നെയുള്ള ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി ഒരു മൈക്കൊക്കെ വാങ്ങിച്ച് പതിയെ സെറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഈ മിററിൽ കൂടെ കാണുന്ന കാഴ്ച കണ്ടില്ലേ, ഒരു മാഫിയ ലുക്ക് തന്നെയാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരു മിനി കൺട്രിമാൻ കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ പുറകിലായിട്ടൊരു EQC 400 അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.